വീട്ടിൽ പോസ്റ്റ് അടിച്ച് നിന്നപ്പോഴാണ് ബാബുക്കന്റെ വരവ്. കുറച്ച് പർച്ചേസ് ഉണ്ട് എന്നാണ് ബാബുക്ക് നമ്മളോട് പറഞ്ഞത്. ചെനക്കലെത്തി പള്ളീനെയും കുമ്മാണീനെയും കൂട്ടി കുറച്ച് പോസ്റ്റ് എന്തെങ്കിലും പോപ്പേട്ടൻ പിന്നെത്തി. കുമ്മാണീൻ്റെ അടുത്ത് വേറെ കാറിലുകൊണ്ട് തന്നെ ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാർ എടുക്കാന്ന് പറഞ്ഞു. അവിടുന്ന് നേരെ ചെട്ടിയർമാട് പമ്പിലേക്ക് പോയി. അവിടുന്ന് ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് വണ്ടി ഓടിച്ചത്. എല്ലാവരും ബാക്കിൽ ഇരുത്തുകയും ചെയ്തു. ഞങ്ങൾ 4 ആളാണ് ഈ വണ്ടിയിലുള്ളത്. അങ്ങനെ നേരെ എത്തിയത് ഹൈലൈറ്റിലാണ്. ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടെന്നാണ് പറഞ്ഞത്. ബദൂതാണ് ഈ കല്യാണം റെഡി ആയതുകൊണ്ട് തന്നെ ഫോൺ ചെവിന്ന് വെക്കില്ലായിരുന്നു. ബാബുക്ക് സൗദിയിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ എവിടുന്ന് ഇങ്ങനത്തെ ഡാൻസ് കളിക്കുക, ചാടി കളിക്കുക, അങ്ങനത്തെ ഓരോ പരിപാടികളായിരുന്നു ബാബുക്കുണ്ട്. ഇവിടെ നിന്നും പിന്നെ ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഔട്ട്ലെറ്റിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നേരെ R&Bയിലേക്കാണ് വിട്ടത്. അവിടുന്ന് കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ പോയതാണ് കേട്ടോ അവിടെ. അവിടുന്ന് ഒരു മിറർ കിട്ടിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. ഷെയിൽക്കാണെങ്കിൽ അവൻ മേടിച്ച് ചെരുപ്പ് കാണിച്ചു തന്നാണ് കേട്ടത്. പള്ളിയാണെങ്കിൽ അപ്പുറത്ത് സ്പ്രേ ഓരോന്നായി അടിച്ചോക്കുണ്ടായിരുന്നു. ഏതാ മണം നല്ലത് നോക്കുകയാണ് പള്ളി. അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങി നമ്മളൊരു ഫ്രണ്ടിന് ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് നേരെ വിട്ട് നീഡിൽ ഇൻവെൻഷൻ എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. അങ്ങനെ പോപ്പേട്ടൻ ഓരോ ടീഷർട്ടും കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. ഞാനും ബാബു ആണെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ചെറുട്ടി റോഡിലാണ് ഈ ഷോപ്പ് വരുന്നത്. ഒരുവിധം നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്പാണ് കേട്ടത്. ഇത് പിന്നെ അവിടെ ഉള്ള ഒരു തൊപ്പി ഞാനിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എന്നിട്ട് അവിടെ ഒരു മിറർ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണത്. പിന്നെ അവിടുന്ന് നേരെ വെല്ലങ്ങാടി പോയി അവിടെ ഒരു വെറൈറ്റി ജ്യൂസ് കട ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളൊരു ഹോർലിക്സ് മിൽക്കും കുടിച്ചു. എല്ലാവരും കൂടെ അല്ല ഈ വരവ് കണ്ടതൊന്ന് അടിക്കാൻ വരികയാണ്. പക്ഷേ അല്ല, നമ്മൾ അങ്ങനത്തെ ടീമല്ല, എവിടെയും പ്രശ്നം ഉണ്ടാക്കൂല. നമ്മൾ പോയത് നേരെ മന്തി ഹൗസിക്കാണ്. അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ബീഫ് മന്തി കഴിച്ചു. മന്തി ഹൗസത്തെ ബീഫ് മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ ബില്ലും കൊടുത്തു. ഫുഡ് കഴിച്ചിട്ട് ഉടനെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആ സോഫയിൽ നിന്ന് വിശ്രമിച്ചാണിത്. കോഴിക്കോട് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ മിഠായി തെരുവിലൊക്കെ ഒന്ന് പോയി. ലാസ്റ്റ് പള്ളിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ പള്ളിനടുത്ത് പൊക്കിയതാണ് മിഠായി തെരുവുന്നത്. എല്ലാവരും നോക്കുന്നുണ്ടെന്ന് ഓനക്കാകെ ചടച്ചും ചെയ്തു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണി തരുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.